അപ്പോൾ ഗൈസ്, ഗുണ കേവ് പോലൊരു കേവാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാൻ പറ്റും, മറ്റേതിൻ്റെ ഉള്ളിൽ ഇറങ്ങിയാൽ വരാൻ പറ്റൂല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ എഡ്ജ് ഓഫ് ദ വേൾഡിലേക്കുള്ള ബസ്സും റൂട്ടും കേട്ടോ. അവസാനം നമ്മളിതാ ആ ഒരു പറദീസയിൽ എത്തിയിരിക്കുകയാണ്. ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. റിയാദിൽ നമ്മൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പോകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഏറ്റവും കൂടുതൽ ആളുകൾ ആഗ്രഹിച്ചത് എഡ്ജ് ഓഫ് ദ വേൾഡ് പോകാനാണ്. പക്ഷെ അവിടേക്ക് പോവേണ്ട റൂട്ട്, അതേപോലെ തന്നെ കാറിന്റെ പരിമിതികൾ, അങ്ങനെ പല രീതികൾ കൊണ്ട് ആ ഒരു സ്വപ്നം മാറ്റി വെക്കാറാണ് എല്ലാവരും ചെയ്യാറുള്ളത്. എന്നാൽ ഇന്ന് അതിനൊരു സൊല്യൂഷൻ ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പെരുന്നാളിന് നിങ്ങൾ എഡ്ജ് ഓഫ് ദ വേൾഡ് അല്ലെങ്കിൽ ഈ പെരുന്നാളിന്റെ വെക്കേഷനിൽ എഡ്ജ് ഓഫ് ദ വേൾഡ് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ഈ ഒരു ഗ്രൂപ്പ് സഹായിക്കും. ട്രാക്ക് ദ മാർച്ച് കേസ് എന്ന് പറയുന്ന ഈ ഒരു ഗ്രൂപ്പാണ് എഡ്ജ് ഓഫ് ദ വേൾഡിലേക്ക് ടൂർ ആയിട്ട് പോകുന്നത്. അതും അവരുടെ കോസ്റ്റർ ബസ്സിൽ. അത് കൂടാതെ തന്നെ നിങ്ങൾക്ക് വേണ്ട മറ്റുള്ള ഫെസിലിറ്റികളൊക്കെ അവർ നൽകുന്നുണ്ട്. അപ്പോൾ ഇന്ന് അവരുടെ കൂടാണ് നമ്മളെ യാത്ര. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അറിയാത്തവർക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹലോ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ എഡ്ജ് ഓഫ് ദ വേൾഡിലേക്ക് പോകുന്ന ആ ഒരു കോസ്റ്റർ ബസ്. റിയാദ് ഹിത്തിയിൽ നിന്നാണ് ഈ ഒരു ബസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹിത്തിയിലേക്ക് നമ്മൾ എത്തിച്ചേരണം. അതിൻ്റെ ലൊക്കേഷനും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അല്ലെങ്കിൽ ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ അവർ കംപ്ലീറ്റ് ഡീറ്റെയിൽ നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പോൾ ഈ ഒരു റൂട്ടിനാണ് ഈ ഒരു ബസ് സർവീസ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾക്ക് ഇത് ഉപകാരപ്രദമാണ്. ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് സെഡാൻ കാറുകളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ സെഡാൻ കാറ് പോകും, ഏകദേശം 1.5 മണിക്കൂർ എടുക്കും അവിടെ എത്താൻ. കാരണം അത്രയും സ്ലോലി നമുക്ക് സെഡാൻ കാറിൽ പോകാൻ കഴിയുള്ളൂ. SUV ഒക്കെ ആണെങ്കിലാണ് കുറച്ചുകൂടി സ്പീഡിൽ നമുക്ക് പോകാൻ കഴിയുക. അപ്പോൾ അത്തരക്കാർക്കൊക്കെ ഈ ഒരു ഫെസിലിറ്റി നല്ല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം. ഫാമിലി ആയിട്ടും ബാച്ചിലറായിട്ടും ഒക്കെ നമുക്ക് ഈ ഒരു ബസ്സിൽ പോകാൻ കഴിയും. അതുപോലെ തന്നെ ഏകദേശം 2 മണിക്കാണ് അവർ നമ്മളെ പിക്ക് ചെയ്യുന്നത്. പിക്ക് ചെയ്തിട്ട് രാത്രി ഒരു 9 മണിയാകുമ്പോൾ തിരികെ ആ ഒരു ഹിത്തിയിലെ ലൊക്കേഷനിൽ തന്നെ നമ്മളെ ഇറക്കി തരും. അപ്പോൾ നല്ലൊരു സർവീസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു പോകുന്ന സർവീസുകൾ ഉണ്ടോ എന്നുള്ളത്. പിന്നെ നമ്മൾ റിയാദിലെ ഏറ്റവും അട്രാക്ഷൻ ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസ് തന്നെയാണ് ഈ ഒരു എഡ്ജ് ഓഫ് ദി വേൾഡ്. അപ്പോൾ ഇനി ഒരാളും അത് കാണാൻ ബാക്കി ഉണ്ടാവരുത് എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. പോകുന്ന വഴിയിൽ ഒരുപാട് കൂട്ടങ്ങളുണ്ട്. അതിനടുത്ത് അവർ നിർത്തി അത്യാവശ്യം സമൂലിയും മറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തു. അതൊക്കെ വേറിട്ട ഒരു അനുഭവം തന്നെ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ പോകുന്ന വഴിയിൽ ഒട്ടകത്തിന് ഫുഡ് കൊടുക്കാൻ വേണ്ടി നിർത്തിയാണ് കേട്ടോ. ആശാന് പിന്നെ അതാ ബസ്സിന്റെ ഉള്ളിലേക്ക് തല ഇട്ടിട്ട് അവർ കൊടുക്കുന്ന ഫുഡും കാര്യങ്ങളൊക്കെ വേറെയും കഴിക്കുന്നുണ്ട് കേട്ടോ. പോകുന്ന വഴിയിലൊരു ബാറ്റ് കേവ് ഉണ്ട്. അത് കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നമ്മളിവിടെ നിർത്തിയതാണ്. അപ്പോൾ ഗൈസ്, ഗുണ കേവ് പോലൊരു കേവാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാൻ പറ്റും, മറ്റേതിൻ്റെ ഉള്ളിൽ ഇറങ്ങിയാൽ വരാൻ പറ്റൂല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കാം. കേവ് എന്ന് പറഞ്ഞാൽ 1.5 കേവാണ് കേട്ടോ. ഓക്കെ, ലാഡറൊക്കെ ഇവിടെ സെറ്റ് ചെയ്താണ്. ഇപ്പോൾ 2 വവ്വാലൊക്കെ പറന്നു വന്നാലും പേടിക്കണ്ട. ഓക്കെ, ഇനി നമുക്ക് ഇതിനുള്ളിൽ ലൈറ്റ് വേണം. അപ്പോൾ ലൈറ്റ് നമ്മൾ സെറ്റാണ്, പോയി നോക്കാം. മഴ ചെയ്തിട്ട് മൊത്തത്തിൽ വെള്ളവും കാര്യമൊക്കെയാണ്. ഓക്കെ, അത്യാവശ്യം ഈ ഒരു ലെവലിൽ കാണാം. ഓക്കെ, ഭാരമായിട്ടുള്ള സ്ഥലം തന്നെ കേട്ടോ, ഒന്നും പറയാനില്ല. ഇതിനുള്ളിലേക്ക് നെക്സ്റ്റ് ഒരു 120 മീറ്റർ പോവാനുണ്ട്. ക്രിസ്റ്റലാണ്.
ഇതൊരു ക്രിസ്റ്റൽ ടൈപ്പ് സ്റ്റോൺ ആണ്. നമ്മൾ ലൈറ്റ് ഉള്ളോട്ട് അടിച്ചാൽ ആ ഒരു വെളിച്ചം ശരിക്കും റിഫ്ലക്ട് ചെയ്ത് വരുന്ന ഒരു ടൈപ്പ് സ്റ്റോൺ ആണ്. നമ്മളെ വെള്ളാരങ്ങളിലൊക്കെ പോലെ തന്നെ അതിൻ്റെക്കാട്ടിയും കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടൈപ്പ് കല്ലാണ്. പിന്നെ ഒരുമാതിരി ഉപ്പ് പിടിച്ച രീതിയിലുള്ള കുറെ സ്റ്റോണുകൾ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇതാണ് ഇതിന്റെ ഉൾവശത്തുള്ള അവസ്ഥ കേട്ടോ. നല്ല തണുപ്പാണ്. സത്യം പറഞ്ഞാൽ റിയാദ് പുറത്തൊക്കെ നല്ല ചൂടാണ്, പക്ഷെ ഇതിന്റെ ഉള്ളിൽ നല്ല ടൈപ്പ് കൂളിംഗ് ആണ് നമുക്ക് അനുഭവപ്പെടുന്നത്. അപ്പോ കൂടെ നമ്മള് 2 ഗൈഡുമാരുണ്ട് കേട്ടോ. അവര് പിന്നെ കംബാക്ക് വിളിച്ചിട്ടുണ്ട്. അങ്ങനെ വിളിച്ചാൽ പിന്നെ രക്ഷയില്ല, അപ്പം തന്നെ നമ്മൾ കംബാക്ക് ചെയ്ത് പോവണം. അപ്പോൾ ഒരുപാട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നിൽക്കണ്ട, പിന്നെ വവ്വാലും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്, പ്രയാസമാവണ്ടെന്ന് കരുതിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പുറത്തെത്തി. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് ഇതിൻ്റെ കേവ് ഉള്ളത്. പെട്ടെന്നൊന്നും മനസ്സിലാവില്ല, പക്ഷെ അവിടെ ചെറിയൊരു രീതിയിൽ ടയറൊക്കെ അടയാളം വെച്ചിട്ടുണ്ട്. അപ്പോൾ വരുന്ന ആളുകൾക്ക് ആ ഒരു ടയർ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഗായ്സ്, അപ്പോൾ നമ്മുടെ വാഹനം അവിടെ വെച്ചതിന് ശേഷമാണ് ഇവിടേക്ക് നടന്നു വരണം. അതെല്ലാവരും ആ ഒരു രീതിയാണ് ഫോളോ ചെയ്യുന്നത്. ഇവിടേക്ക് ഇപ്പോൾ സ്പെഷ്യൽ ഫോഴ്സ് കയറ്റി വിടുന്നില്ല. അങ്ങനെ നമ്മൾ സഞ്ചാരികളുടെ പറദീസയായിട്ടുള്ള ആ ഒരു ലൊക്കേഷനിലേക്ക് നമ്മളിപ്പോൾ എത്തിയിരിക്കുകയാണ്. ഇവിടെ നമുക്ക് സൺസെറ്റുകളൊക്കെ കണ്ടിട്ട് നമുക്ക് നല്ല രീതിയിൽ പോകാനുള്ള അവസരമാണ് ഇവർ ഒരുക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, ജസ്റ്റ് നിങ്ങൾ നോക്കുക. നമുക്ക് ഫോട്ടോ അതുപോലെ തന്നെ വീഡിയോ മറ്റ് കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. ഇവിടെയൊക്കെ ഒരുപാട് ചരലുകളാണ്, നമ്മൾ വീണ് പോകരുത്. ആ ഒരു കാര്യം വളരെ റിക്വസ്റ്റ് ചെയ്യാണ്. വളരെ കെയർഫുൾ നിങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ സ്ലിപ്പായി പോകുന്ന ടൈപ്പ് ഷൂസോ അല്ലെങ്കിൽ ചപ്പലോ ഒന്നും ഇട്ടിട്ട് ഒരിക്കലും നിങ്ങൾ വരാതിരിക്കുക. ഗ്രിപ്പുള്ള നല്ല രീതിയിലുള്ള ഷൂസ് മറ്റു കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക. അതൊക്കെ അതിന്റെ ഒരുപാട് സേഫ്റ്റി കാര്യങ്ങളുണ്ട്, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മളൊരു ലൈക്കിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു കമന്റിന് വേണ്ടിയിട്ടോ ഒന്നും നമ്മുടെ ജീവിതം വെച്ചിട്ട് ഒരിക്കലും കളിക്കരുത്. അപ്പൊ ആ ഒരു കാര്യം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് സൺസെറ്റ് വരെ ഇവിടെ ചെലവഴിക്കാനുള്ള അവസരമുണ്ട്. അപ്പോൾ വെളിച്ചം ഒരുപാട് കുറയുന്നതിന് മുന്നായിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാം. അപ്പോൾ ആ ഒരു സൺസെറ്റ് ഒക്കെ കണ്ട് നല്ല രീതിയിലൊക്കെ നമുക്ക് ഫോട്ടോ ഒക്കെ എടുത്ത് ഹാപ്പി ആയിട്ട് നമുക്ക് തിരിച്ചു പോരാവുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു എഡ്ജ് ഓഫ് ദി വേൾഡ് എന്ന് പറയുന്നത് പ്രകൃതിയുടെ ഒരു ഹാൻഡ് ക്രാഫ്റ്റ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് കരുതാം. അത്രയും അടിപൊളിയായിട്ടാണ് ഇവിടെ ഇങ്ങനെ ഓരോ രീതിയിൽ കൊത്തി വെക്കപ്പെട്ടത്. അപ്പോൾ തീർച്ചയായിട്ടും വരാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഇവര് കോൺടാക്ട് ചെയ്യാം. അതിന്റെ മറ്റു ഡീറ്റെയിൽസുകളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എഡ്ജ് ഓഫ് ദി വേൾഡ് കാണാൻ മറ്റൊരാളെ കാത്തിക്കേണ്ട ആവശ്യമില്ല. ചടാനില്ല വന്നത്, അപ്പം കയറാൻ പറ്റുന്നുണ്ടായില്ല. അപ്പോൾ ഇവരെ കോണ്ടാക്ട് ചെയ്ത് ഇവർ അറേഞ്ച് ചെയ്ത ബസ് ഉണ്ടായിരുന്നു. ബസ് അടക്കം റിയാദിന് വന്നാലും എല്ലാവരും ആഗ്രഹിക്കുന്ന സ്ഥലമാണ്. ബസ്സും ടോപ്പ് വരെ എത്തി നടക്കേണ്ടി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. 20 മിനിറ്റ്സ് അത് എന്തായാലും നടക്കേണ്ടതാണ്. കാർ വരുന്നിടത്ത് തന്നെ ബസ്സും വരുന്നു. അപ്പോൾ നമ്മൾ സൺസെറ്റിന് ശേഷം വീണ്ടും വാഹനത്തിനടുത്തേക്ക് തന്നെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം, ജ്യൂസ്, അതുപോലെ തന്നെ സാൻഡ്വിച്ച് ഒക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി പോകുന്നത് ഹിത്തീനിലേക്ക് തന്നെയാണ്. അവിടെയാണ് നമ്മൾ വാഹനം പാർക്ക് ചെയ്തത്. അപ്പോൾ നല്ലൊരു സർവീസ് തന്നെയാണ്. ആവശ്യമുള്ള ആൾക്ക് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം. മസ്സലാമ.